അർദ്ധരാത്രി പിന്നിട്ട് പുലർച്ചെയുടെ നിശബ്ദതയിലേക്ക് കേരളം അമരുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീടിന് ചുറ്റും നിഴലുകൾ പോലെ ചിലർ നീങ്ങി തുടങ്ങി. അത് കള്ളന്മാരായിരുന്നില്ല, മറിച്ച് യൂണിഫോം ഇട്ടവരും അല്ലാത്തവരുമായ ഒരു വൻ പോലീസ് പടയായിരുന്നു. ഒരു കൊടും കുറ്റവാളിയെ പിടികൂടാൻ എത്തുന്ന ജാഗ്രതയോടെ അവർ ആ വീട് വളഞ്ഞു. ആരായിരുന്നു ലക്ഷ്യം? രാഷ്ട്രീയ കേരളത്തിൽ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന എൻ സുബ്രഹ്മണ്യൻ. എന്നാൽ പാതിര ഓപ്പറേഷൻ പാളാൻ പോവുകയാണ് എന്ന് പോലീസ് അറിഞ്ഞിരുന്നില്ല. ഒരു നോട്ടീസ് പോലും നൽകാതെ, എന്തിന് എന്ന് പോലും വ്യക്തമാകാതെ നടന്ന ആ അറസ്റ്റിന് പിന്നിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഭയം. മുഖ്യമന്ത്രിയെയും സ്വർണ്ണക്കടത്ത് വിവാദത്തെയും ബന്ധിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നതായിരുന്നു പോലീസിനെ പ്രകോപിപ്പിച്ചത്. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളെന്ന് പോലീസ് ആരോപിക്കുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ ആ ചടങ്ങിന്റെ ഒറിജിനൽ വീഡിയോ പുറത്തുവിടൂവെന്ന സുബ്രഹ്മണ്യന്റെ വെല്ലുവിളി ഭരണകൂടത്തിന്റെ നെഞ്ചെടുപ്പ് കൂട്ടി. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ഭയപ്പെടുത്താമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. വിവരം കാട്ടുതീ പോലെ പടർന്നു. പുലർച്ചെ തന്നെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മഹാപ്രളയം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. നിയമത്തെ കാറ്റിൽ പറത്തി പോലീസിനെ വേട്ടപ്പട്ടികളാക്കി മാറ്റുന്ന സർക്കാരിനെതിരെ മുതിർന്ന നേതാക്കൾ തന്നെ പട നയിക്കുകയാണ്. എല്ലാവരെയും അകത്തിടാൻ നിങ്ങളുടെ ജയിലുകൾ തികയുമോ എന്ന ചോദ്യത്തിന് മുൻപിൽ പോലീസ് തലതാഴ്ത്തുകയാണ്. സ്വർണ്ണ കള്ളക്കടത്തിന്റെ കറപുരണ്ട അധികാര ചില്ലുമേടകൾ വിറയ്ക്കുകയാണിപ്പോൾ. IT നിയമങ്ങളും പോലീസ് ആക്ടും ഉപയോഗിച്ച് ശബ്ദിക്കുന്നവരുടെ നാവടക്കാൻ നോക്കിയ CPM-ന് ഇന്ന് സ്വന്തം മണ്ണിൽ അടിപതറിയിരിക്കുകയാണ്. യുവാക്കളെ മുൻനിർത്തി കോൺഗ്രസ് പടയൊരുക്കം നടത്തുമ്പോൾ ഈ പോലീസ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ വെടിക്കെട്ടിനാണോ തിരികൊളുത്തുന്നത് എന്ന ചോദ്യമുണ്ട്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസ് പട തോറ്റോടുന്നത് കോൺഗ്രസിന്റെ കരുത്തിന് മുന്നിലോ അതോ സത്യത്തിനു മുൻപിലോ? കേരളം കാത്തിരിക്കുകയാണ് ബാക്കി ദൃശ്യങ്ങൾക്കായി. ഒറിജിനൽ ഫോട്ടോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. PR-യുടെ കയ്യിൽ മുഖ്യമന്ത്രി ഇറങ്ങുന്നത് മുതൽ മുഖ്യമന്ത്രി വണ്ടിയിൽ കയറുന്നത് വരെ ഉള്ള എല്ലാ വിഷ്വൽസും ഉണ്ടാവും. എഡിറ്റ് ചെയ്യാതെ കിട്ടിയാൽ അതിനകത്ത് ഈ പടം അത് പുറത്തു വിടുന്നില്ലെങ്കിൽ PR-ഡിക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇപ്പം പരാതി കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് ആ വിഷ്വൽസ് വേണം. സഖാക്കളാണ് അയ്യപ്പ.